ചർച്ചയിലേക്ക് വരും. പക്ഷേ നിസാം സെയ്ദ്, രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളും ഏത് നിമിഷം വേണമെങ്കിലും മാറാമല്ലോ. ആ ബോധ്യം സ്വാഭാവികമായും UDF ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2021 സാഹചര്യത്തിന് ഉപോത്ബലകമായി ഒട്ടേറെ കാര്യങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ അന്ന് സാദിഖ് അലി തങ്ങൾ ചന്ദ്രിക പത്രത്തിൽ എഴുതിയ ഒരു ലേഖനം മുതൽ ഹഗിയ സോഫിയുമായി ബന്ധപ്പെട്ട വിവാദം, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കാലുഷ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. പക്ഷെ നോക്കൂ, ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? JB കോശിയുടെ ശുപാർശകൾ നടപ്പാക്കുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ NSSന് ലഭ്യമായ നീതി ഈ ഭിന്നശേഷി നിയമന കാര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതുമായിരുന്നു. ഇപ്പോൾ സഭാ നേതൃത്വം എന്ന് പറഞ്ഞാൽ അവരുടെ മാനേജ്മെന്റുകൾ, അവരുടെ നിയമനം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, പൈസ കിട്ടുന്ന കാര്യമല്ലേ. അപ്പോൾ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നു. ആ കുരുക്കഴിക്കുകയാണ്. JB കോശിയുടെ ശുപാർശകൾ നടപ്പാക്കുകയാണ്. കേരള കോൺഗ്രസ് ഒപ്പമുണ്ടെങ്കിൽ ഈ ക്രൈസ്തവ ന്യൂനപക്ഷത്തിലേക്ക് നേരത്തെ ഉള്ള പിന്തുണ സമാഹരിക്കുക എന്നുള്ളത് ആനക്കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കുത്തിയ അതേ വോട്ടുകൾ അതേമാതിരി അതേ ചിഹ്നത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വന്ന് വീഴും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാകില്ലേ? അഭിലാഷ്, ഒരു കാര്യം വ്യക്തമായിക്കോട്ടെ. ഞാൻ UDFൻ്റെ നിലപാടല്ല പറഞ്ഞത്. ഞാൻ കേരള കോൺഗ്രസുകളെ അടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള, കേരള കോൺഗ്രസിലെ ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ, അതിനെക്കുറിച്ച് കുറേ പഠനം നടത്തിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ, കോട്ടയത്ത് നിന്നും കേരള കോൺഗ്രസിനെ വളരെ അടുത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ കേരള കോൺഗ്രസുകളുടെ ശക്തിയെക്കുറിച്ചും അവരുടെ ദൗർബല്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചത്. അത് UDFൻ്റെ ഔദ്യോഗികമായ നിലപാടുമായി അതിനെ കൂട്ടിക്കുഴക്കേണ്ട യാതൊരു കാര്യവുമില്ല. UDFന് UDFൻ്റെതായ നിലപാട് കാണും. അതുപോലെ തന്നെ കേരളത്തിൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ ഒരു അകൽച്ച നിലനിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതായി എബ്രഹാം മാത്യു തെറ്റിദ്ധരിക്കുന്നു. അത് മുൻപ് അതുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ ശക്തി, ആ ഒരു വിഭജനത്തിൻ്റെ ശക്തി കഴിഞ്ഞ 4 വർഷമായി കുറഞ്ഞു വരുന്നു എന്നുള്ളതും ഇപ്പോഴത് ഏതാണ്ട് അപ്രത്യക്ഷമായ ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതുമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുസ്ലിങ്ങളോടൊപ്പം, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ഒരുമിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, 2021 ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് പൊതുവായി കാണാവുന്ന ഒരു വസ്തുത, തെരഞ്ഞെടുപ്പുകളുടെ രൂപവും ഭാവവും ഏതുമാകട്ടെ, ഈ നിലവിലുള്ള ഗവൺമെൻറ്റിനെതിരെ ഉള്ള ഒരു വികാരം എല്ലാ തെരഞ്ഞെടുപ്പും, അത് ഉപതെരഞ്ഞെടുപ്പുകളാകട്ടെ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാകട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകട്ടെ, എല്ലാത്തിലും പൊതുവായി ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്. ആ വികാരത്തിൻ്റെ പ്രതിഫലനം അതിൻ്റെ ഫലത്തിൽ ഉണ്ടാവുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ UDFിലേക്ക് കേരള കോൺഗ്രസ് വന്നാലും ഇല്ലെങ്കിൽ കേരള കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന ജനവിഭാഗം UDFിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കേരള കോൺഗ്രസ് വന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ഒപ്റ്റിക്സ് ചേഞ്ച് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരു പ്രതീതി മാറാം. പ്രതീതി കേരള കോൺഗ്രസ് വരുന്നതോടുകൂടി ഇടതുപക്ഷ മുന്നണി തകർന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടാം. അതിനപ്പുറത്ത് ഗ്രൗണ്ട് ലെവലിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത്. വലിയ ഗ്രൗണ്ട് ലെവലിൽ ഈ 3 ജില്ലകളിലും UDFന് സാഹചര്യവും നിലവിലെ അവസ്ഥയിൽ വളരെ അനുകൂലമാണ്. നാളെ എന്തുണ്ടാകും എന്നുള്ളത് രാഷ്ട്രീയത്തിൽ 24 മണിക്കൂർ ദീർഘമായ കാലയളവാണ്. ആ കാലയളവിൽ എന്ത് സംഭവിക്കാമെന്നുള്ളത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ നിലവിലിരിക്കുന്ന അവസ്ഥയിൽ ഈ കേരള കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്നെന്ന് അവകാശപ്പെടുന്ന ജനവിഭാഗങ്ങൾ UDFനൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് കേരള കോൺഗ്രസ് വരുന്നത് കൊണ്ട് ഈ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം, ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ അടുത്ത് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക തലത്തിൽ അണികൾ തമ്മിൽ വലിയ മത്സരമുണ്ടായിട്ടുണ്ട്. ഈ മത്സരം പലരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമാണ്, അവരുടെ പ്രാദേശികമാണ്. ആ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഇനി ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അത് ഗ്രൗണ്ട് ലെവലിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാകും. മാത്രമല്ല, കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗം അണികൾക്ക് കേരള കോൺഗ്രസ് കോട്ടയം ഈ മേഖലയിലൊക്കെ മുന്നണിയിലേക്ക് വരുന്നതിൽ അതൃപ്തിയുമുണ്ട്. ഇനിയുള്ള എന്ത് കൂടിച്ചേരലും ഒരു ഏച്ചുകെട്ടലായിരിക്കും. അത് സ്വാഭാവികമായ ഒരു ലയനമായി, ഒരു ഐക്യമായി മാറാനുള്ള സാധ്യതയും സമയവുമില്ല. അതിലെനിക്കുള്ളൊരു സംശയം, 2020 ഈ ബെന്നി ബെഹന്നാന്റെ ചരിത്ര പ്രസിദ്ധമായ കേരള കോൺഗ്രസിന്റെ പുറത്താക്കൽ പ്രഖ്യാപനം ഉണ്ടല്ലോ. ആ സമയത്ത് ഇപ്പോൾ അങ്ങ് പറഞ്ഞ അതേ നിലയിലാണ് അന്നത്തെ പ്രധാനപ്പെട്ട മധ്യതിരുവിതാംകൂറിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിച്ചത്. അതായത് കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് തനിച്ചു വളരാനുള്ള സാധ്യത ഇല്ലാതാക്കുകയാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് ഇവിടെ ഉള്ളപ്പോൾ അവർക്ക് മണ്ഡലങ്ങൾ കൊടുക്കണം, അവർക്ക് ഭരണ സംവിധാനങ്ങൾ കൊടുക്കണം. അവരില്ലെങ്കിൽ അതുകൂടി നമുക്ക് കിട്ടും. കേരള കോൺഗ്രസ് ഒഴിവായി കിട്ടുകയും ചെയ്യും, കൂടുതൽ കോൺഗ്രസ്സുകാർക്ക് അവസരം കിട്ടുകയും ചെയ്യും എന്ന മട്ടിലായിരുന്നു ആ ഓപ്പറേഷൻ. വലിയ ആത്മവിശ്വാസം അക്കാര്യത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു പോയി എന്നുള്ളത് അതിന് തൊട്ടടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വെളിവാക്കിയ കാര്യമാണ്.
അഭിലാഷ്, 2021 തെരഞ്ഞെടുപ്പ് പറയുന്നത് സവിശേഷമായ സാഹചര്യത്തിലാണ്. രാഷ്ട്രീയം മുഖ്യ വിഷയമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ലത്. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന, പ്രതിപക്ഷത്തിന് പ്രവർത്തന ഇടമില്ലാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2020-ലും 2021-ലും നടന്നത്. ഒരു വിധത്തിലും പ്രതിപക്ഷ പ്രവർത്തനം അസാധ്യമായ കാലമായിരുന്നു അത്. ആ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉണ്ടാകാവുന്ന പ്രകടനവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞു, ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അവിശ്വാസം വളരെ രൂക്ഷമായി നിന്ന ഒരു കാലമായിരുന്നു അത്. അതിൻ്റെ കാരണം 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരുമിച്ച് കേരളത്തിൽ വോട്ട് ചെയ്താൽ ആ മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ CPM-ഉം BJP-യും CPM അതിനുവേണ്ടി ശ്രമിച്ചത് മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രമുഖ ബിഷപ്പ്, ആ ബിഷപ്പിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു കർഷക സംഘടനയുടെ നേതാവിനെയും തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തിയിട്ട് ന്യൂനപക്ഷ വകുപ്പിൽ നിന്നും കിട്ടുന്ന അവകാശങ്ങൾ മുസ്ലിം വിഭാഗങ്ങൾക്ക് അതിൻ്റെ ബഹുഭൂരിപക്ഷവും കൈക്കലാക്കുന്നു. മുസ്ലിം വിഭാഗങ്ങളാണ് അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത്, ക്രൈസ്തവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നില്ല എന്നൊരു ലഘുലേഖ ഉണ്ടാക്കി. ആ ലഘുലേഖ കേരളത്തിലെ എല്ലാ പള്ളികളിലേക്കും എല്ലാ രൂപതകളിലേക്കും അയച്ചു കൊടുത്തു. കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭജനം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനപരമായ വിഷയത്തിലേക്ക് വിശദമായി വരാം. അതിനുശേഷം